ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന പാഠഭാഗം ദർപ്പണത്തെക്കുറിച്ചാണ്. അപ്പോൾ ദർപ്പണം പ്രധാനമായും 3 വിധമാണുള്ളത്. ഒന്ന് സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ, 2 കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ കോൺകേവ് മിറർ, 3 കോൺവെക്സ് ദർപ്പണം അല്ലെങ്കിൽ കോൺവെക്സ് മിറർ. അപ്പോൾ ഈ ദർപ്പണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സമതല ദർപ്പണം നമുക്ക് പരിചിതമാണ്, കാരണം നാം നിത്യവും മുഖം നോക്കുന്ന കണ്ണാടി. കോൺവെക്സ് കോൺകേവ് മിററുകൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഏറ്റവും എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്റ്റീൽ സ്പൂണിൻ്റെ ഉൾഭാഗം കോൺകേവ് ദർപ്പണവും സ്റ്റീൽ സ്പൂണിൻ്റെ പുറം വശം കോൺവെക്സ് ദർപ്പണത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ദൃശ്യമാകുന്ന പ്രതിബിംബങ്ങളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കോൺവെക്സ് കോൺകേവ് ദർപ്പണങ്ങൾ ഗോളീയ ദർപ്പണങ്ങളെന്നറിയപ്പെടുന്നു. അതിൻ്റെ കാരണം അവ ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്നവയാണ്. ഈ ദർപ്പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പദങ്ങൾ പഠിക്കണം, എങ്കിലേ നമുക്ക് അവയെക്കുറിച്ച് കൂടുതൽ പഠനം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 പദങ്ങളാണ് പോൾ, പി, അതായത് പ്രതിഫലന തലത്തിൻ്റെ മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ പ്രകാശം പതിക്കുന്ന തലത്തിൻ്റെ മധ്യബിന്ദു. 2 ഈ പോളിനെയും ദർപ്പണം ഭാഗമായ ഗോളത്തിൻ്റെ മധ്യബിന്ദു, അതായത് വക്രതാ കേന്ദ്രം എന്ന് പറയും, സി, അതായത് ഗോളത്തിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ മധ്യഭാഗം. അപ്പോൾ ഇവയെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു നേർരേഖ, അതിന് മുഖ്യ അക്ഷം എന്ന് പറയും. അപ്പോൾ നമ്മൾ പ്രധാനമായും 4 പദങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു പോൾ, പി. 2 ദർപ്പണം ഭാഗമായ ഗോളത്തിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ മധ്യഭാഗം, സി, അതിന് വക്രതാ കേന്ദ്രം എന്ന് പറയും. പിന്നെ പോളിനും വക്രതാ കേന്ദ്രത്തിനും മധ്യേ മുഖ്യ ഫോക്കസ്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പിന്നെ പഠിക്കും. അത് എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ഈ 3 ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം. അപ്പോൾ ഈ 4 പദങ്ങൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെയും കോൺകേവ് ദർപ്പണത്തിൻ്റെയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഇവ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇവയെക്കുറിച്ച് അല്ലെങ്കിൽ ഇവയുടെ പഠനം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പോൾ, പി, വക്രതാ കേന്ദ്രം, സി, അല്ലെങ്കിൽ അതിന് നമുക്ക് 2F എന്ന് കൂടി പറയാം. ഇവയ്ക്ക് രണ്ടും മധ്യേയുള്ള മുഖ്യ ഫോക്കസ് അഥവാ എഫ്. ഇപ്പോൾ നമുക്ക് ഒരു ദർപ്പണത്തിൽ അതിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായും 4 വ്യത്യസ്ത ദൂരങ്ങളിൽ വെച്ചിട്ടുള്ള വസ്തു വെച്ചാലുള്ള പ്രതിബിംബങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ പ്രതിബിംബം രൂപപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്കത് അതിൻ്റെ രേഖ വരയ്ക്കാനുണ്ടാവും. അങ്ങനെ വരയ്ക്കുന്നതിന് മുൻപ് നമ്മളതിൽ 4 നിയമങ്ങൾ അറിഞ്ഞിരിക്കും. ആ 4 നിയമങ്ങളാണ് ഇതിൻ്റെ ഈ ചിത്രം അല്ലെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഇത് വരയ്ക്കാനുള്ള നിയമങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനമായും പറയാനുള്ളത്, ഒന്നാമത്തെ നിയമം പറയുന്നത് ഒരു ദർപ്പണത്തിലേക്ക് ഈ മുഖ്യ അക്ഷത്തിന് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിന് സമാന്തരമായിട്ട്, അതായത് പാരലായിട്ട് വരുന്ന ഒരു പ്രകാശരശ്മി എങ്ങനെയെല്ലാം കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് വരുന്നതെങ്കിൽ അത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും. മുഖ്യ ഫോക്കസിലൂടെയാണ് ദർപ്പണത്തിൽ പതിക്കുന്നതെങ്കിൽ അത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് കടന്നു പോകും. ഇനി സി അഥവാ വക്രതാ കേന്ദ്രത്തിലൂടെയാണ് പതിക്കുന്നതെങ്കിൽ അത് അതിലൂടെ തന്നെ തിരിച്ചു പോകും. അതായത് സിയിലൂടെ വന്ന് സിയിലൂടെ തന്നെ തിരിച്ചു പോകും. ഇനി ഒരു പോളിൽ അഥവാ പിയിൽ പതിക്കുകയാണെങ്കിൽ പതിക്കുന്ന ആ കോണളവിൽ തന്നെ അത് തിരിച്ചു പോകും. അപ്പോൾ ഈ 4 നിയമങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് അഥവാ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്നത് ഫോക്കസിലൂടെ വരുന്നത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി. അത് രണ്ടും നമ്മൾ ഓർത്തിരുന്നാൽ എളുപ്പമാണ്, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. പിന്നെ സിയിലൂടെ വരുന്നത് സിയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു, പോളിൽ പതിക്കുന്നത് അതേ ആംഗിളിൽ തിരിച്ചു പോകുന്നു. ഈ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ഇവയുടെ രേഖാചിത്രം വരയ്ക്കാൻ സാധിക്കുക. മാത്രമല്ല ഈ ഓരോ നിയമങ്ങളും നിങ്ങൾക്ക് ചോദ്യമായി പൂരിപ്പിക്കാൻ വരാം. അതായത് ഇപ്പോൾ ചിത്രത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായ രേഖ കാണിച്ചിട്ട് ഇതിൻ്റെ പ്രതിപതന രശ്മി കണ്ടെത്താൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ
പ്രതിപതന രേഖകൾ അല്ലെങ്കിൽ ആ നിയമങ്ങൾ, പ്രതിപതന നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ രേഖാചിത്രം വരയ്ക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ ദർപ്പണത്തിൻ്റെ മുൻഭാഗത്തായി വയ്ക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബം അല്ലെങ്കിൽ അവയുടെ വസ്തുക്കളുടെ സ്ഥാനവും പ്രതിബിംബവും അവയുടെ സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ പാഠഭാഗത്ത് അതിനൊരു പട്ടിക തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിക്കുക, വസ്തു ദർപ്പണത്തിനടുത്താണെങ്കിൽ പ്രതിബിംബം അകലെ ആയിരിക്കുമെന്ന് വിചാരിക്കുക. വസ്തു അകലെയാണെങ്കിൽ പ്രതിബിംബം ദർപ്പണത്തിനടുത്തേക്ക് എത്തിച്ചേരും. നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ള 4 പോയിൻറ്റ്സാണ്. ഒന്ന്, വസ്തു എഫിലാണെങ്കിൽ വളരെ അകലെ. 2, സിയിലാണെങ്കിൽ പ്രതിബിംബം സിയിൽ തന്നെ. വസ്തു സിക്ക് അപ്പുറമാണെങ്കിൽ പ്രതിബിംബം എഫിനും സിക്കും ഇടയിലായിരിക്കും. വസ്തു എഫിനും സിക്കും ഇടയിലാണെങ്കിൽ പ്രതിബിംബം സിക്ക് അപ്പുറമായിരിക്കും. ഈ 4 എണ്ണമാണ് നിങ്ങൾക്ക് അധികവും പരീക്ഷയ്ക്കായി ചോദിക്കുന്ന രേഖാചിത്രങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ചോദിക്കുന്നവ. അതുകൊണ്ട് ആ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അവയുടെ രേഖാചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കുന്നതായിരിക്കും. അതിന് മുൻപായി നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 പ്രതിപതന നിയമങ്ങൾ പഠിക്കണം. 1, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പോകുന്ന രേഖ. 2, മുഖ്യ ഫോക്കസിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്ന രേഖ. 3, വക്രതാ കേന്ദ്രത്തിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്ന രേഖ. 4, പോളിൽ പതിക്കുന്ന രേഖ. ഇവയുടെ നിയമങ്ങൾ നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് ആ രേഖാചിത്രങ്ങൾ പൂർത്തിയാക്കാൻ എളുപ്പമാണ്.